സമഗ്രമായ ജീവിത വളർച്ച കൈവരിക്കുവാൻ നിങ്ങൾക്ക് ഇനി എന്താണ് വേണ്ടത്? PSPയുടെ പാഠങ്ങളിലൂടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ PSP എന്നുള്ള ആ ഒരു യാത്രയുടെ പരിസമാപ്തിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആത്മയാനം എന്നുള്ള പരമ്പരയുടെ തന്നെ പരിസമാപ്തിയാണ്. പറയുന്നത് ഇങ്ങനെയാണ്: പാറ്റേൺ ഷിഫ്റ്റ് ട്രാൻസ്ഫോംസ് ദ ഹോൾ ലൈഫ് ത്രൂ അവേർനെസ്, പ്രാക്ടീസ് ആൻഡ് എവല്യൂഷൻ. പാറ്റേൺ ഷിഫ്റ്റ്, ജീവിത സമൃദ്ധിയും സ്വപരിണാമവും. PSP ജീവിതത്തിലെ ഏതെല്ലാം മേഖലകളെ സമൃദ്ധമാക്കുന്നു? ആത്മയാനവും പ്രാണനവും PSPയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? പാറ്റേൺ ഷിഫ്റ്റിന്റെ യഥാർത്ഥ സാരം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിശോധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. അപ്പൊ PSP എന്നുള്ള ആ ഒരു സങ്കേതം, പാറ്റേൺ ഷിഫ്റ്റ് പ്രോട്ടോകോൾ, അതായത് നമ്മുടെ നിലവിലുള്ള ചിന്താ പദ്ധതികൾ, ചിന്താവിന്യാസങ്ങൾ, മനോചിത്രം എന്നൊക്കെ പറയുന്ന നമ്മുടെ ആശയ രൂപീകരണമുണ്ടല്ലോ, ആ ആശയ രൂപീകരണത്തിന്റെ രൂപീകൃത ആശയത്തിന്റെ വഴിമാറ്റം, നമുക്ക് എന്ത് തരം പാറ്റേൺ ആണ് വേണ്ടത് അതിലേക്കുള്ള വഴിമാറ്റം ആണ് പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആശയം കൊണ്ട് മാത്രം, ചിന്ത കൊണ്ട് മാത്രം മാറില്ല, ശീലങ്ങളെല്ലാം നമ്മളെ ബാധിക്കുന്നതാണ്. അപ്പോ അതിനു വേണ്ടിയുള്ള പ്രക്രിയയാണ് മനസ്സിന്റെ 6 തലങ്ങളോളം വരുന്ന ഘട്ടങ്ങളെ പരിണമിപ്പിക്കാനുള്ള പ്രക്രിയയാണ് PSP. അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ജീവിത സമൃദ്ധിയിലേക്കും സ്വപരിണാമത്തിലേക്കുമാണ്. അപ്പോ അതിനെ നമ്മൾ ഒരു കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക ഏതെല്ലാം മേഖലകളെയാണ് PSP സ്വാധീനിക്കുന്നതെന്ന്. നമ്മൾ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ആരോഗ്യത്തെ, നിർബന്ധമായും ആരോഗ്യത്തെ അത് സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ ആരോഗ്യത്തിൽ ഒരു കാര്യമായ മാറ്റം കൊണ്ടുവരുവാൻ PSPക്ക് കഴിയും. രണ്ടാമത്തേത് വൈകാരിക ബുദ്ധിയാണ്, വികാരതലത്തിൽ ഉണ്ടാവുന്ന മാറ്റമാണ്. മനോതലത്തിലെ ഒരു ഭാഗമാണ് വികാരം എന്നുള്ളത്, മറ്റൊരു ഭാഗമാണ് ബുദ്ധി എന്നുള്ളത്. വൈകാരിക ബുദ്ധി എന്നുള്ളത് ഇവയുടെ സമ്മിശ്രമായ ഒരു അവസ്ഥയാണ്. വ്യക്തി ജീവിതത്തിൽ വളരെയേറെ പ്രധാനപ്പെട്ട ഒന്നാണ് വൈകാരിക ബുദ്ധി. വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ ഞാൻ എന്നുള്ളതിനും അപ്പുറത്തുള്ള ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകാരിക ബുദ്ധി. അത് അകത്തെ ജീവിതമാണെങ്കിലും പുറത്തെ ജീവിതമാണെങ്കിലും, അത് ദാമ്പത്യത്തിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും നമ്മുടെ ഔദ്യോഗിക കാര്യങ്ങളിലാണെങ്കിലും നമ്മൾ എങ്ങനെ നിൽക്കുന്നു, നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റുപാടുമായിട്ട് ഇടപെട്ട് നിൽക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ വിജയപരാജയങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. പിന്നെ സമ്പത്ത് എന്ന് തുടങ്ങിയ കാര്യത്തിന്റെ ജീവിതം നിലനിൽക്കാൻ, ജീവിതം മുൻപോട്ട് പോകാൻ സമ്പത്ത് ആവശ്യമാണ്. അപ്പൊ സമ്പത്തിന്റെ കാര്യത്തില്, സമൃദ്ധിയുടെ കാര്യത്തില് PSPക്ക് കൃത്യമായ ഒരു വേഷമുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ ബന്ധങ്ങൾ ഉണ്ടാകുന്നത്, നിലനിൽക്കുന്നത്, അതിലെ കേടുപാടുകൾ തീർക്കുന്നതിൽ PSPക്ക് നല്ല റോളുണ്ട്. അതുപോലെ തന്നെയാണ് സ്വയം നിയന്ത്രണം, ആത്മനിയന്ത്രണം എന്ന് പറയുന്ന കാര്യം. വൈകാരികമാണെങ്കിലും ആത്മീയമാണെങ്കിലും മനോപരമാണെങ്കിലും ഒക്കെയുള്ള വൈകാരിക നിയന്ത്രണങ്ങൾ, സ്വയം നിയന്ത്രണം എന്നുള്ളത്. പിന്നെ കമ്മ്യൂണിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ സുസ്ഥിരമായ ജീവനം, പാരന്റിങ്, കൃഷി, സുസ്ഥിര കൃഷി, അങ്ങനെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന, മനുഷ്യന്റെ അടിസ്ഥാന ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളെയും PSP കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി അഥവാ ഒരു വ്യക്തിക്ക് അനുസൃതമായിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് അനുസൃതമായിട്ട് ഇതില് പുതിയൊരു മൊഡ്യൂൾ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഈ PSPയുടെ ഘടന മനസ്സിലാക്കിയ ഒരാൾക്ക് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക്, PSPയെ മാത്രമല്ല, അത് ഏത് വിഷയത്താണ്, ഉദാഹരണത്തിന് വൈകാരിക ബുദ്ധിയാണെങ്കിൽ വൈകാരിക ബുദ്ധിയെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് PSP ഉപയോഗിച്ച് അത്തരത്തിലൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല, നമ്മളിപ്പോ ഇതിനെ സ്ഥാപനങ്ങൾക്ക്, സംഘടനകൾക്ക് കൂടെ അവരുടെ പരിവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ ഡയമെൻഷൻസ് കൂടുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് പ്രൊസീജിയർ. അതിന് ഓർഗനൈസേഷണൽ PSP എന്നാണ് പറയുന്നത്. നമ്മൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ഇത് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സാരമായ മാറ്റം നമ്മൾ കാണുന്നുമുണ്ട്.
ഇത് ഒരു ദിവസത്തെ പ്രോസസ് അല്ലാത്തറിയാലോ, ഒരു ദീർഘനാളത്തെ പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെയാണ് ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ മാറ്റം ഉണ്ടാകേണ്ടത്. അപ്പോ PSP വ്യക്തിയിലോ കുടുംബത്തിലോ സംഘടനകളിലോ സ്ഥാപനങ്ങളിലോ ഒരു രാഷ്ട്രത്തിലോ നടപ്പിലാക്കാവുന്ന കാര്യമാണ്. പക്ഷെ അത് അവിടുത്തെ വ്യക്തിയുടെ ഉള്ളിൽ നിന്നാണ് തുടങ്ങുക എന്നുള്ളതാണ്. പക്ഷെ ഈ PSP ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മൾ ഈ പറയുന്ന ആത്മയാനത്തിന്റെ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തുമോ എന്ന് ചോദിച്ചാൽ PSP അതിലേക്കുള്ള വഴിയാണ്, ഉറപ്പാണ്. പക്ഷെ ആത്മയാനം എന്നുള്ള പശ്ചാത്തലത്തിൽ ഇതിനെ കണക്ട് ചെയ്യണം. PSPയിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ ആത്മയാനം എന്നുള്ള ആശയവുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യണം. അപ്പോ ആത്മയാനം എന്ന് പറയുന്നത് നമ്മുടെ അവബോധത്തെ വികസിപ്പിക്കുക അല്ലെങ്കിൽ വിന്യസിക്കുക, പ്രോപ്പറായിട്ട് വിന്യസിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പ്രാണനം എന്നുള്ളത് അതിന് ശുദ്ധി നൽകുന്നു, അതിന് ഗുണമേന്മ നൽകുന്നു എന്നുള്ളതാണ് ചെയ്യുന്നത്. അവിടെയെല്ലാം നമ്മളിങ്ങനെ ഇളക്കി മറിച്ചു കൊണ്ടുപോകും. അവബോധത്തിൽ മാറ്റം ഉണ്ടാക്കുമ്പോൾ, നമ്മുടെ ക്വാളിറ്റിയിൽ മാറ്റം ഉണ്ടാക്കുമ്പോൾ അതിനെ പുനഃക്രമീകരിക്കുക എന്നുള്ള പ്രോസസ്സാണ് ആക്ച്വലി PSP ചെയ്യുന്നത്, റീഓർഗനൈസ് ചെയ്യുക എന്നുള്ളത്. ഈ അവബോധമാണ് പാറ്റേണുകളെ വെളിപ്പെടുത്തുന്നത്, അല്ലെ? അപ്പൊ ആത്മയാനത്തിൽ നമ്മൾ അവബോധത്തെ കൊണ്ട് കളിക്കുമ്പോൾ ആ അവബോധം കൃത്യമാകണം എന്നുള്ളതിന് വേണ്ടി അതിന് കൃത്യമായ ഊർജവും കൃത്യമായ ഡിറക്ഷനും കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രാണനം ചെയ്യുമ്പോൾ PSP ആ അവബോധത്തെ, ആ പാറ്റേണുകളെ പരിവർത്തനം ചെയ്യും. അപ്പൊ ഇവയെല്ലാം ആത്മയാനമായിക്കോട്ടെ, പ്രാണനമായിക്കോട്ടെ, PSP ആയിക്കോട്ടെ, ഇതെല്ലാം കണക്റ്റഡ് ആണ്. വെവ്വേറെ ഇടങ്ങളിൽ നിന്ന് നമുക്കത് കാണുന്നു എന്ന് മാത്രം, വെവ്വേറെ ക്രിയകളിലൂടെ വെവ്വേറെ ഇടങ്ങളിൽ നിന്ന് കാണുന്നു എന്ന് മാത്രം. എന്താണെങ്കിലും ആത്മയാനവും പ്രാണനവും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം PSP എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ സാരമായ ഒരു പരിവർത്തനം കൊണ്ടുവരുവാൻ കഴിയും. അപ്പോ അവബോധം, ഗുണമേന്മ, ശീലനം എന്ന് പറയുന്ന ആ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഈ മാറ്റം ഉണ്ടാവുക. അവബോധം വികസിക്കണം, ജീവിതത്തിന്റെ ഗുണമേന്മ, ക്വാളിറ്റി എന്നുള്ളത് വർദ്ധിക്കണം, അത് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴാണ് സ്വാഭാവികമായ പരിണാമം ഉണ്ടാവുക, ക്രമാനുസൃതമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാവുക. അവിടേക്കാണ് ഈ ആത്മയാനവും PSPയും നമ്മളെ കൊണ്ടുപോകുന്നത്. ഈ പാറ്റേൺ ഷിഫ്റ്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമ്മൾ ഇത്രയും നാൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ മനോചിത്രമായിട്ട് നമ്മൾ എടുക്കുക, പാരഡൈം എന്ന് പറയുന്ന രീതിയിൽ എടുക്കുക. പാരഡൈം, ഈ പാരഡൈം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ, നമ്മൾ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ചിന്തകളുടെ എല്ലാം ആകത്തുകയാണ്. അതിനാണ് പാരഡൈം എന്ന് പറയുക. അത് നിരന്തരം ആവർത്തിച്ച് ചെയ്യുന്ന സമയത്ത് അതാണ് ഒരു പാറ്റേൺ ആവുന്നത്. ജീവിതം എപ്പോഴും ഈ പാറ്റേണുകളെ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. എന്ത് പാരഡൈം ആണോ ഉള്ളത് അതിനനുസരിച്ചാണ് ജീവിതം ചിട്ടപ്പെടുത്തുക. അപ്പോ ഈ പാറ്റേണുകൾ അത് പാറ്റേണൈസ് ചെയ്തിട്ടുണ്ടാവും. ആ പാറ്റേണുകളെ പുനഃക്രമീകരിക്കാൻ കഴിയും എന്നുള്ളതാണ് പാറ്റേൺ ഷിഫ്റ്റിന്റെ യഥാർത്ഥ സാരം. ഈ പുനഃക്രമീകരണം നടക്കണമെങ്കിൽ അവിടെ അവബോധം കൂടെ നിൽക്കണം, കൃത്യമായിട്ടുള്ള അവബോധം ശീലിക്കണം. ആ അവബോധം കൂടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പരിണാമമാണ് ഈ പാറ്റേൺ ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വപരിണാമമാണ്, ബോധപൂർണമായ സ്വപരിണാമമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോ ഇത് ജീവിതത്തിൽ സാരമായ മാറ്റം വരുത്തും. നമുക്ക് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിൽ നിന്നും ഒരു റീഓർഗനൈസേഷനിലേക്ക്, പുതിയ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും. അതുപോലെ നമ്മളൊരു ശീലം കൊണ്ടൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിന് പകരം അവബോധം കൊണ്ട്, വർത്തമാനത്തിൽ ഇരുന്ന് കൊണ്ട് നമുക്ക് കാര്യത്തിൽ ചെയ്യാൻ കഴിയും. നമ്മൾ പ്രതികരിക്കുക എന്നുള്ളൊരു നമ്മുടെ ജീവിതത്തെ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്ന നിമിഷങ്ങളോട് റെസ്പോണ്ട് ചെയ്യുക, തിരിച്ചു പറയുക, നമ്മൾ ചാക്രികമായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുക എന്നുള്ളതിന് പകരം ബോധപൂർണമായ ഒരു ജീവിതത്തിലേക്ക് പാറ്റേൺ ഷിഫ്റ്റ് നമ്മളെ കൊണ്ടുപോകും. മൊത്തത്തിൽ ജീവിതത്തിന്റെ ദിശാമാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. സമഗ്രമായ ഒരു പരിവർത്തനമാണ് ഇതിന്റെ ഫലം. ഇങ്ങനെ നോക്കുമ്പോ സമഗ്രമായ ജീവിത സമൃദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക.
ഇവിടെ ഈ നമ്മൾ പാറ്റേൺ ഷിഫ്റ്റ് ഇപ്പൊ പലരും റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെയാണ് ഈ മാറ്റം വേണം, ലോ ഓഫ് അട്രാക്ഷന്റെ വഴി പോകണം അല്ലെങ്കിൽ പരിഹാരം കാണണം എന്നൊക്കെ വിചാരിക്കുക അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം മാത്രമായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ടോ? സമ്പത്തെല്ലാം ക്ലിയർ ആയി ബാക്കിയൊക്കെ മോശമായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടോ? ഇല്ല. എല്ലാം പരസ്പര ബന്ധിതമായിട്ടാണ് പോവാറ്. ഏതെങ്കിലും ഒന്ന് മുന്നിട്ട് നിൽക്കും, മറ്റുള്ളത് കുറച്ച് പുറകിലായിരിക്കും. കാര്യം ശരിയാണ്, അവിടെ ആ ഇക്വിലിബ്രിയം തെറ്റി നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോ ഇവിടെ വികാസം ഉണ്ടാവേണ്ടത് സമഗ്രമാണ്. നമ്മുടെ ഈ UN ഒക്കെ പറയുന്ന പോലെ സമഗ്ര വികസനം എന്ന് പറയില്ലേ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, അതുപോലെ സമഗ്രമായൊരു വികസനം ജീവിതത്തിൽ ആവശ്യമാണ്. ആ സമഗ്ര വികാസത്തെയാണ് പാറ്റേൺ ഷിഫ്റ്റ് കൊണ്ടുവരുന്നത്. പുറത്തുമതെ അകത്തുമതെ. അത് ഒരു നമ്മളെ പരിവർത്തിപ്പിക്കുന്നത് കാലികമായിട്ടല്ല, സ്ഥിരമായിട്ടാണ്. പൂർണ്ണമായിട്ടുള്ള ജീവിത സമൃദ്ധി, അതായത് സമ്പത്തിന്റെ വിഭവങ്ങളുടെ സമൃദ്ധി മാത്രമല്ല, സമ്പൂർണമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ജീവിത സമൃദ്ധിയാണ് PSP കൊണ്ടുണ്ടാവുക. ആത്മയാനം, ആത്മത്തിന്റെ സമൃദ്ധി, അത് മറ്റൊരു ഡയമെൻഷനാണ്. പ്രാണന്റെ സമൃദ്ധി, അത് വേറൊരു ഡയമെൻഷനാണ്. ഇവ രണ്ടും കൂടെ ചേരുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റം, ജീവിത പരിവർത്തനം ഉണ്ടാകണമെങ്കിൽ അവിടെ തടസ്സങ്ങൾ മാറ്റി പുതിയൊരവസ്ഥയിലേക്ക് വരാനാണ് PSP നമ്മെ സഹായിക്കുക. അപ്പോൾ ഈ PSP പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വതോന്മുഖമായ മാറ്റം, നിങ്ങളുടെ കുടുംബത്തിന്റെ, നിങ്ങളുടെ സമാജത്തിന്റെ, നിങ്ങളുടെ രാഷ്ട്രത്തിന്റെ, നിങ്ങളുടെ ഗ്രഹത്തിന്റെ സർവ്വതോന്മുഖമായ മാറ്റം ശുഭകരമായ ദിശയിൽ ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ ഈ പരമ്പരയോട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.